നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മലയാളത്തിലെ ഏറ്റവും ആദ്യം 100 കോടി ക്ലബിൽ കയറിയ സിനിമ ഏതാണെന്ന്. അതിനുള്ള ഉത്തരം എല്ലാവർക്കും അറിയാം, അത് പുലിമുരുകനാണെന്നുള്ളത്. ഏറ്റവും ആദ്യം 1 കോടി രൂപ കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതാണെന്ന് ചോദിച്ചാലും എല്ലാവർക്കും അറിയാം, ആ രാത്രി എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രമാണ് ഏറ്റവും ആദ്യം 1 കോടി രൂപ ക്ലബിലേക്ക് കയറിയ മലയാള ചിത്രം. എന്നാൽ പലർക്കും അറിയില്ലാത്തൊരു കാര്യമുണ്ട്, ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 100 കോടി ക്ലബിൽ കയറിയ സിനിമ ഏതാണ്. അതിനെപ്പറ്റി ഒരു പക്ഷേ അധികമാർക്കും അല്ലെങ്കിൽ മലയാളികളിൽ പലർക്കും തന്നെ അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തൊരു കാര്യമാണ്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ട് 100 കോടി ക്ലബിൽ കയറുന്നത് 1982 ഇറങ്ങിയ ഡിസ്കോ ഡാൻസർ എന്ന് പറയുന്ന ചിത്രമാണ്. ഡിസ്കോ ഡാൻസറിലെ നായകനായിട്ട് അഭിനയിച്ചിരുന്നത് മിഥുൻ ചക്രവർത്തിയാണ്. അതേപോലെ തന്നെ പഴയകാല സൂപ്പർ സ്റ്റാറായ രാജേഷ് ഖന്നയും ആ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. മിഥുൻ ചക്രവർത്തി ആയിരുന്നു ചിത്രത്തിലെ പ്രധാന നായകനായിട്ട് വന്നത്. ഈ ചിത്രം അന്ന് 100 കോടി 68 ലക്ഷം രൂപ കളക്ട് ചെയ്തു എന്ന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമുള്ളതാണ്. ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ 100 കോടി 68 ലക്ഷം രൂപ എന്നാണ് വിക്കിപീഡിയ പ്രകാരം നമുക്ക് വ്യക്തമാകുന്നത്. ഇതിനകത്ത് തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ചിത്രത്തിന്. ഈ ചിത്രം ഇന്ത്യയിൽ നിന്നല്ല 100 കോടി രൂപ കളക്ഷൻ നേടിയത്. ഇന്ത്യയിൽ നിന്ന് അന്ന് വെറും 17 കോടി രൂപ മാത്രമാണ് ചിത്രം കളക്ഷൻ നേടിയത്. ആ 17 കോടി രൂപ 1982 ബ്ലോക്ക് ബസ്റ്റർ എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് ഈ 17 കോടി രൂപ എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. ഹിന്ദി ആയിക്കോട്ടെ, ഏത് ഭാഷയായിക്കോട്ടെ. പക്ഷേ ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയത്, ബാക്കി 83 കോടി രൂപ കളക്ഷൻ നേടിയത് റഷ്യയിൽ നിന്നാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പക്ഷേ അതിനുശേഷമുള്ള ഒരു ഭാഷാ ചിത്രങ്ങൾക്കും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ സിനിമയ്ക്കും ഈ പറഞ്ഞ 83 കോടി രൂപയോളം റഷ്യയിൽ നിന്ന് നേടാൻ സാധിച്ചില്ല എന്നൊരു സത്യം കൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ഡിസ്കോ ഡാൻസർ റഷ്യൻ ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. ഈ അടുത്തിടയ്ക്ക് സഫാരി ചാനൽ എന്ന ചാനലിലെ ഒരു പ്രോഗ്രാമിൽ നമ്മുടെ ഇദ്ദേഹം പറയുകയുണ്ടായി, ലാൽ ജോസ് പറയുകയുണ്ടായി, അദ്ദേഹം റഷ്യയിൽ പോയപ്പോൾ ഉണ്ടായ അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളെ കുറിച്ച്. അവര് എല്ലാവരും തന്നെ ഇന്ത്യക്കാരനാണെന്ന് അറിയുമ്പോൾ അവരെല്ലാവരും തന്നെ വന്നിട്ട് ഡിസ്കോ ഡാൻസറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്കോ ഡാൻസറിലെ പാട്ട് പാടിക്കൊണ്ടാണ് ഇദ്ദേഹവുമായിട്ട് പരിചയപ്പെടുന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇന്നും ആ അവിടുത്തെ ജനങ്ങളെ ഡിസ്കോ ഡാൻസർ ഏറ്റവും വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത്. ഇനി ഈ ഡിസ്കോ ഡാൻസർ 1982 റിലീസ് ചെയ്ത ഡിസ്കോ ഡാൻസർ ആദ്യമായി 100 കോടി ക്ലബിൽ നേടിയപ്പോൾ രണ്ടാമത് 100 കോടി കളക്ഷൻ നേടിയ ഹിന്ദി ചിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് വെച്ചാൽ ഹം ആപ്കെ ഹേ കോൻ എന്ന് പറയുന്ന സൽമാൻ ഖാൻ മാധുരി ദീക്ഷിത് ടീമിന്റെ ചിത്രമാണ്. അത് റിലീസ് ചെയ്ത് 12 വർഷങ്ങൾക്ക് ശേഷം, ഡിസ്കോ ഡാൻസർ റിലീസ് ചെയ്ത് 12 വർഷങ്ങൾക്ക് ശേഷം 1994 ഹം ആപ്കെ ഹേ കോൻ റിലീസ് ചെയ്യുന്നത്. അതായത് ആദ്യമായി ഇന്ത്യൻ സിനിമയിൽ ഒരു 100 കോടി ക്ലബിൽ കയറിയ ചിത്രം റിലീസ് ചെയ്തതിന് ശേഷം 12 വർഷം എടുത്തു പിന്നീട് ഒരു ചിത്രം കൂടി ഇന്ത്യയിൽ നിന്ന് 100 കോടി ക്ലബിലേക്ക് നേടാനായിട്ട്. ഈ ഹം ആപ്കെ ഹേ കോന്റെ ഏകദേശം ഒരു 80% കളക്ഷനും ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. മാത്രവുമല്ല, ആ സിനിമയ്ക്ക് അന്നത്തെ ബഡ്ജറ്റ് വെറും 4.5 കോടി രൂപയായിരുന്നു എന്നതും കൂടി നോക്കുമ്പോൾ ആ ചിത്രം എത്രത്തോളം കളക്ഷൻ നേടി എന്നതും കൂടി മനസ്സിലാക്കുക. ഒരുപക്ഷെ സൽമാൻ ഖാന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്കുള്ള ആദ്യ ചുവടുറപ്പായിരുന്നു ഈ ഹം ആപ്കെ ഹേ കോൻ എന്നതും കൂടി ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. ഇന്ത്യൻ സിനിമയിൽ ആദ്യമായി 100 കോടി രൂപ കളക്ഷൻ നേടിയ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണമുള്ള ചിത്രം ഡിസ്കോ ഡാൻസർ. അതിൻ്റെ 17 കോടി രൂപ ഇന്ത്യയിൽ നിന്നും ബാക്കി 83 കോടി രൂപ റഷ്യയിൽ നിന്നും കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.